ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞു ഈ നായക പ്രധാനമല്ലാത്ത ചിത്രങ്ങൾ മറ്റു ഭാഷയിലായിരുന്നു. ഇപ്പം ഈ മലയാളികളായിട്ടുള്ള സിനിമാ നിരൂപകർ അല്ലെങ്കിൽ അയാളുടെ ഫാൻസ് തന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോഴും ഒരു മുൻനിര 4 പേരിൽ നമ്മളെപ്പോഴും പ്ലേസ് ചെയ്യുന്ന നടൻ തന്നെയാണ്. അത് മലയാളത്തിൽ ഇനി സിനിമ ചെയ്തില്ലെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ അത് ഈ സൈഡ് റോള് കൊമേഡിയൻ റോളൊക്കെ വരുമ്പോഴത്തേക്ക് അത് ഏട്ടൻ്റെ ഒരു അഭിനയ പ്രാധാന്യത്തിനനുസരിച്ചുള്ള സിനിമ എല്ലാം എന്നൊരു വിമർശനം കൂടി വരുന്നുണ്ട്. അതെങ്ങനെയാണ് കാണുന്നത്? അതില്ല, നമ്മളൊരു മറ്റ് ഭാഷയിൽ വിളിക്കുക അല്ലെങ്കിൽ അവർ നമ്മുടെ സിനിമ കണ്ട ശേഷം ഇപ്പം ഞാൻ തെലുങ്കിൽ 11-12 സിനിമകൾ ചെയ്തു കഴിഞ്ഞു. അത് ആദ്യം ഒരു സിനിമ ചെയ്തു, അലാ വൈകുണ്ഠപുരം എന്നൊരു സിനിമ ചെയ്തു. അതിൽ അല്ലു അർജുൻ്റെ കൂടെ. അതിന് മുമ്പൊരെണ്ണം ചെയ്തു, ബാഗുമതി എന്ന് പറഞ്ഞ സിനിമ. അതൊക്കെ കണ്ട് അവർക്ക് എന്നെ ഇഷ്ടമായതുകൊണ്ടാണ് ഫർദർ പടങ്ങളിൽ അവർക്ക് വിളിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയ ക്രെഡിറ്റായിട്ടാണ് കാണുക. അപ്പോൾ അതേപോലെ തന്നെയാണ് കന്നഡത്തിൽ അവിടുത്തെ ഏറ്റവും വലിയ ശിവരാജ് കുമാറിൻ്റെ കൂടെ ഒരു സിനിമ ആദ്യം ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ അതാ വീണ്ടും ഞാനും ശിവരാജ് കുമാറും അടുത്ത സിനിമ അതാ ഇപ്പോൾ ചെയ്യാൻ പോകുന്നു. കാന്താര പോലെയുള്ളൊരു വലിയ സിനിമയുടെ ഒരു വലിയ ഭാഗമാകാൻ കഴിയുന്നു. എന്നെ വിളിക്കാവുന്നതിൽ ഏറ്റവും നല്ല വേഷങ്ങൾക്കാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും നിരസിക്കാൻ പാടില്ല. ഓരോ ഭാഷകൾ നമുക്ക് തരുന്നൊരു ഏറ്റവും വലിയൊരു സ്വീകാര്യതയാണത്. അത് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു അതിൽ. പിന്നെ പുതിയ പുതിയ ഭാഷകൾ പഠിക്കാൻ പറ്റുന്നു, അവിടെ പോയി സിനിമകൾ ചെയ്യാൻ കഴിയുന്നു. എനിക്ക് വളരെ വളരെ സന്തോഷം. ഒപ്പം എന്നെ ഞാനാക്കിയ എൻ്റെ മലയാളത്തിൽ തിരിച്ചും നല്ല പ്രോജക്റ്റുകൾ വരുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷം. ഇത് കഴിഞ്ഞ ശേഷവും നല്ല ലൈനപ്പായിട്ട് 2-3 നല്ല സിനിമകൾ എന്നെ തേടിയെത്തിയിട്ടുണ്ട്.